വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ ആദ്യഘട്ടം പിന്നിടുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വൈകി എത്തിയ പ്രേക്ഷകർക്കെല്ലാം തന്നെ എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പിടികിട്ടി കാണും. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. നമ്മൾ ഇനി പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി യുക്രൈൻ അപൂർവ ധാതുക്കളിൽ നിന്നുള്ള വരുമാനം പങ്കുവയ്ക്കുന്ന കരാറിൽ യുക്രൈൻ ഒപ്പുവെക്കും. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വൊളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കെയാണ് ഈ തീരുമാനം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചെയ്യുന്നത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണ്, ഗുഡ് മോർണിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു മാറ്റം എന്താണ്? നേരത്തെ ഈ പറയുന്നത് പോലെ യുക്രൈനും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തുന്നു? ഇപ്പോൾ ഈ എന്താണ് പറയുക, ഈ വാഷിംഗ്ടൺ സന്ദർശനമൊക്കെ എങ്ങനെ സാധ്യമായി? ഒപ്പം എന്താണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇനി ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈനെ ആയുധം നൽകിയും അതുപോലെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിച്ചതിന് പകരം $500 ബില്യൺ അപൂർവ ധാതുക്കളിൽ നിന്നുള്ള വരുമാനം അമേരിക്കയ്ക്ക് നൽകണമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ഡിമാൻഡ്. യുക്രൈൻ ഈ ഡീല് തള്ളിക്കളഞ്ഞതോടെ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലും അതുപോലെ പല സന്ദർഭങ്ങളിലും അമേരിക്ക യുക്രൈനെതിരെ പരസ്യമായ ചില നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ യുക്രൈൻ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ്. $500 ബില്യൺ എന്ന ആദ്യ ഡിമാൻഡിൽ അമേരിക്കയും വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറായി. ഇതോടെ ഇപ്പോൾ ഒരു പുതുക്കിയ കരാറിൽ ഒപ്പിടാമെന്ന് യുക്രൈൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇതുവരെയും യുക്രൈനെ ഒഴിവാക്കിയുള്ള ഒരു വൺ സൈഡ് റഷ്യയുമായിട്ടുള്ള ചർച്ചകളായിരുന്നു യുക്രൈൻ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു റീസൺ പറഞ്ഞായിരുന്നു ട്രംപ് ഭരണകൂടം ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇതോടെ ട്രംപുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരവും സെലൻസ്കിക്ക് ലഭിച്ചിരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച, അതായത് 2 ദിവസം കഴിയുമ്പോൾ വാഷിംഗ്ടണിൽ എത്തുന്ന സെലൻസ്കി ട്രംപുമായി വൈറ്റ് ഹൗസിൽ ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ച നടത്തും. ടൈറ്റാനിയം, ലിഥിയം, ഓയിൽ ആൻഡ് ഗ്യാസ് ഉൾപ്പെടെ അപൂർവ ധാതുക്കളുടെ ഒരു വലിയ സമ്പത്ത് യുക്രൈനിലുണ്ട്. കരാറിൽ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമോ എന്നും ഒന്നും ഇപ്പോൾ വ്യക്തമല്ല. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് വരുന്ന കാര്യം ഡൊണാൾഡ് ട്രംപും അല്പമണിക്കൂറുകൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരാർ ഒപ്പിടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ യുക്രൈനിൽ സമാധാന ഭടന്മാരെ വിന്യസിപ്പിക്കാനുള്ള നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കും. യുക്രൈനും ഇപ്പോൾ ഈ പുതിയ കരാറിൽ വലിയ സന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക യുക്രൈനെ ആലുവ മണപ്പുറത്ത് കണ്ട ഒരു പരിചയം പോലും കാണിച്ചിട്ടില്ലായിരുന്നു. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ആലുവ മണപ്പുറവുമായി ബന്ധപ്പെടുത്തി യുക്രൈൻ അമേരിക്ക അതെ പല കാര്യങ്ങളിലും പഴഞ്ചൊല്ലുകൾ പറയുകയും ഒക്കെ. എനിക്ക് തോന്നുന്നു അധ്യാപകരുടെ മകനായതിന്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വത്സ ടീച്ചറിനെയും രാജൻ സാറിനെയും വളരെ ആദരവോടുകൂടെ ഓർക്കുന്നു ഈ സമയത്ത്. യെസ്, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. എല്ലാവർക്കും അറിയും പോലെ കേരളം കാത്തിരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നു മുതൽ എന്ന് പറയാം. കാരണം അതൊരു സ്പോർട്സ് വാർത്തയാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. കേരളം ഇന്ന് ഇറങ്ങുകയാണ് ചരിത്ര ഫൈനലിനായി. അതെ, ഇന്ന് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലാണ്. പറഞ്ഞു തുടങ്ങിയത് പൂർത്തിയാക്കാം. നമ്മള് ഞായറാഴ്ച എന്തായാലും ഇന്ത്യ പാക് മത്സരത്തിൽ ഇന്ത്യയെ വിജയിപ്പിച്ചു. ഇനി നമുക്ക് വിജയിപ്പിക്കാനുള്ള നമ്മുടെ കേരളത്തെയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ഇന്ന് ചരിത്ര ഫൈനൽ. കിരീടം ലക്ഷ്യമിട്ട് കേരള ടീം രാവിലെ 9:30 തുടങ്ങുന്ന മത്സരത്തിൽ വിദർഭയെ നേരിടും. അല്ല, നമ്മൾ ജയിപ്പിച്ചു എനിക്ക് മനസ്സിലായില്ല. അല്ല, നമ്മുടെ ഒരു പ്രോത്സാഹനം. ഞാൻ കരുതി ഇനിയിപ്പോ ചേച്ചി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അല്ല, നമ്മൾ ഓരോ തവണയും സ്കോറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അടിപൊളി കിടിലം ഗംഭീരം. അതെ അതെ അതെ, അവരൊക്കെ പിന്നെ അവര് അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു 24-ന്റെ ആ ഒരു ഇടപെടല്. എന്തായാലും സ്പിരിറ്റ് നമ്മൾ അങ്ങനെ എന്നും കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ടീം ജയിക്കട്ടെ. കേരളം ചരിത്ര ഫൈനലിൽ ജയിച്ച് കപ്പുമായി വരട്ടെ. അല്ല, ആരെവിടുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന് പറയണ അനിൽ വാസുദേവ് അങ്ങനെയാണ് നാഗ്പൂരിൽ നിന്ന് അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചരിത്രം തൊട്ടു നിൽക്കുന്ന കേരള ക്രിക്കറ്റിന് കപ്പിന്റെ പുതുചരിത്രം എഴുതാൻ ഇനി വേണ്ടത് ഒറ്റ ജയം. വിദർഭയെ അവരുടെ മടയിൽ വീഴ്ത്തി കന്നി രഞ്ജി ട്രോഫി കിരീടത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ കരുത്തന്മാർ. ബാറ്റിംഗിൽ സൽമാൻ നിസാർ, മുഹമ്മദ് അസ്റുദ്ദീൻ, രോഹൻ കുന്നുമ്മൽ, സച്ചിൻ ബേബി.
ബൗളിംഗിൽ ജലക് സക്സേന, ആദിത്യ സർവടെ, MD നിതീഷ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരള താരങ്ങളുടെ പേര് തിളങ്ങിക്കേട്ട സീസണാണ്. ഫൈനലിലും ഈ താരങ്ങൾ മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. കലാശക്കളിയിലെ എതിരാളികളായ വിദർഭ ചില്ലറക്കാരല്ല. സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീം. 9 മത്സരങ്ങളിൽ 8 ജയിച്ചു. റൺ വേട്ടക്കാരിലും വിക്കറ്റ് വേട്ടക്കാരിലും മുൻനിരയിലുണ്ട് വിദർഭ താരങ്ങൾ. ഫൈനൽ മത്സരം നടക്കുന്ന വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വിദർഭയ്ക്കെതിരെ ഇന്നേ വരെ തോറ്റിട്ടില്ല കേരളം. 4 മത്സരങ്ങളിൽ 2 ജയിച്ചപ്പോൾ 2 സമനിലയിലായി. ആതിഥേയർക്ക് ഇത് ഹോം ഗ്രൗണ്ട് എങ്കിൽ കേരളത്തിനിത് ഭാഗ്യ ഗ്രൗണ്ടാണ്. ക്വാർട്ടറിലെ 1 റൺസ് ലീഡിൻ്റെയും സെമിയിലെ 2 റൺസ് ലീഡിൻ്റെയും മുന്നേറ്റം. ഹെൽമറ്റ് പോലും ഹീറോയായ നിമിഷം. സൂചനകളെല്ലാം കേരളത്തിൻ്റെ കന്നി രഞ്ജി ട്രോഫിയിലേക്ക്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളക്കരയൊന്നാകെ. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24. യെസ്, അപ്പോൾ കേരളം ഇന്ന് തകർക്കട്ടെ നമ്മുടെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ. അവിടെ നല്ലൊരു സ്കോർ കണ്ടെത്താൻ കഴിയട്ടെ. ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ അല്ലേ, തകർക്കട്ടെ, പൊളിക്കട്ടെ, കിടുക്കട്ടെ. അതെ, അങ്ങനെ കപ്പുമായിട്ട് നമ്മുടെ ടീം മടങ്ങിയെത്തട്ടെ. അതെ. അപ്പോൾ ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ നമുക്ക് പറയാനുണ്ട് അല്ലേ? അതെ, കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഒരു അനിയൻ തന്റെ ജ്യേഷ്ഠന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് പറയുകയാണ്. ഇന്ന് ഫെബ്രുവരി 26 നാളെ ഫെബ്രുവരി 26 അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറം തിരൂരുള്ള സ്ഥിരം പ്രേക്ഷകനായ രാവിലെ 5:40 എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് കാണുന്ന ഷാനിബിന്റെ ഇക്കാക്ക ഷിഹാബിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഷിഹാബിന് ജന്മദിനാശംസകൾ നേരുന്നു. വളരെ മുമ്പ് തന്നെ ഷാനിബ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചാണ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം തന്നെ 24 ഷാനിബ് കൂടി ഇക്കാക്കയ്ക്ക് ഈ ബർത്ത്ഡേ വിശേഷ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രേക്ഷകർ ഒരുപക്ഷെ കാണുന്നുണ്ടോ ഇപ്പോൾ സ്ക്രീനിൽ ഒരു വലിയ നീണ്ട നിരയുണ്ട് വിശ്വാസികളുടെ. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ആലുവ മഹാശിവക്ഷേത്രത്തിലെത്തിയ തൊഴാനായി എത്തിയ ഒരുപാട് പേരെ നമുക്ക് കാണാം. ഇവരെല്ലാം മണിക്കൂറുകളായി ഇങ്ങനെ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം എവിടുന്നാ വരുന്നതെന്ന്. അമ്മ നമസ്കാരം, പേരെന്താ? എവിടെയാ സ്ഥലം? എവിടെയാ? നന്ദിയായിട്ട്. അന്ന് ശിവരാത്രി ആശംസകൾ നേരുന്നു. അപ്പൊ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അല്ലല്ലോ. അല്ല, എല്ലാ വർഷവും എല്ലാ വർഷവും. തിരക്ക് എങ്ങനെയുണ്ട്? തിരക്കാഭാരം. ഇപ്പൊ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര അരമണിക്കൂറായി. ഇനിയും കുറച്ചങ്ങോട്ട് പോകാനുണ്ടല്ലേ? അമ്മ എവിടുന്ന? പറവൂരാണ്. പേര് നിർമ്മല. അപ്പൊ എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും വരും. തർപ്പണം ചെയ്യാറുണ്ടോ? തർപ്പണം ചെയ്യാറുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ഒരുപാട് വിശ്വാസികളുണ്ട് ഇതുപോലെ. അവരിങ്ങനെ അരമണിക്കൂറായി നിൽക്കുന്ന ചേച്ചി നമ്മളിപ്പോ കണ്ടു. അവർ ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് നിര ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് വേണം അവരുടെ ഊഴമാവാൻ. അതെ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ക്യൂല് വളരെ ക്ഷമാശീലരായിട്ട് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരാളോട് ചോദിക്കാം, എന്താ അവിടെ ഉണ്ട്? ഹലോ, മോളെ പേരെന്താ? അനഘ. അദ്വൈത്. എവിടെയാണ് രണ്ടുപേരും വരുന്നത്? ആലുവയില്. ആണോ? എന്തിനാ ക്യൂ നിൽക്കും ഇവിടെ? അമ്പലത്തിൽ തൊഴാൻ. ആണോ? ഇന്ന് ശിവരാത്രിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്. മോനോ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ. അപ്പൊ ഇനി എത്ര നേരം നിൽക്കാൻ തുടങ്ങിയിട്ട്? കാല് വനിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഓക്കെയാണ്. അപ്പോ കാലുവേദനയൊന്നുമില്ല, നല്ല മിടുക്കരായിട്ട് ക്യൂ നിൽക്കുന്നതിന്. അപ്പൊ ശിവരാത്രി ആശംസകൾ. ബൈ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലൂടെ പോയ ശേഷം മറ്റുള്ളവരെ പരിചയപ്പെടാം. നമുക്ക് ഇതങ്ങ് അഭിജിത്ത് മുഴക്കു നൽകുന്നൊരു വിവരമാണ്. ഈ ഗോഡ്സെയെ പ്രകീർത്തിച്ച് കമന്റിട്ട് വിവാദത്തിലായ NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഏപ്രിൽ 7 മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ കമന്റിട്ട ഷൈജ ആണ്ടവൻ നിലവിൽ ജാമ്യത്തിലാണ്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ തീർച്ചയായും ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയല്ലേ?
പ്രജിന ആൻഡ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഷൈജ ആണ്ടവന്റെ വിവാദമായ ആ ഒരു കമന്റ്. അതായത് ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നു ഈ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട്, അതിന്റെ അടിയിലാണ് ഷൈജ ആണ്ടവൻ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉടലെടുത്തു. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പരാതിയുമായി എത്തി. അവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അങ്ങനെ കലാപാഹ്വാനത്തിന് ഈ ഷൈജ ആണ്ടവനെതിരെ കേസെടുത്തതാണ്. നിലവിൽ അവർ ജാമ്യത്തിലുമാണ്. ഇതാ ഇപ്പോൾ അവരെ ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. ഏപ്രിൽ 7 മുതലാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി NIT-യിലുള്ള അവരുടെ പോസ്റ്റ് ഉള്ളത്, അവരുടെ സ്ഥാനക്കയറ്റമുള്ളത്. ഏതായാലും വിവാദങ്ങൾ ഒരു ഭാഗത്ത് ഇതുപോലെ തുടരുന്നുണ്ട്. സീനിയോറിറ്റി മറികടന്നാണ് ഈ നിയമനം എന്നൊക്കെയുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഏതായാലും 2 വർഷത്തേക്കാണ് പ്രാരംഭഘട്ടത്തിൽ അവർക്ക് ഈ ഡീനായിട്ടുള്ള സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളത്. ഏപ്രിൽ 7 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ക്രിസ്റ്റീന. യെസ്, എന്തായാലും മറ്റൊരു വിവാദം അത് വിവാദമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ ഇന്നുണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വീണ്ടും ഈ ക്യൂവിലേക്ക് വരാം. ഇങ്ങനെ ഒരുപാട് നേരമായി, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്, വിശ്വാസികളുണ്ട്. അവരെല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണ്. ഇന്ന് മഹാശിവരാത്രിയാണെന്നറിയാം. ആലുവ ഈ ശിവക്ഷേത്രം, അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശിവക്ഷേത്രങ്ങളൊന്നാണ്. ഈ മഹാശിവരാത്രിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം അതേതെന്ന് ചോദിച്ചാൽ അതിന് മറ്റ് ഉത്തരമില്ല. അത് ആലുവയിലെ മഹാശിവക്ഷേത്രം തന്നെയാണ്. ചേട്ടാ നമസ്കാരം, പേരെന്താ? ഉണ്ണികൃഷ്ണൻ. എവിടെയാ സ്ഥലം? എവിടെയാ? എഴുമാള്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എല്ലാ കൊല്ലവും ഉണ്ട്. അപ്പൊ ശരിക്കും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഇവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ. കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ ഈ സമയത്ത് ഇതുപോലെയാണോ തിരക്കുണ്ടായത്? എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. ഈ തർപ്പണത്തിനുള്ള ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടില്ല എന്നാണ് അറിയുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സൂരജ്. എവിടെ സ്ഥലം? എവിടെയാ? ആലുവ. ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഈ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രിയൊക്കെയുള്ള ഈ ബസ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ? എന്താണ്? ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർക്ക് പോകാനുള്ള ബസ് ഒറ്റയ്ക്കാണോ? ചേട്ടൻ്റെ പേര്? തിരുത്തങ്കച്ചൻ. എവിടെ സ്ഥലം? എവിടെയാ? ആലുവ തന്നെയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള മാറ്റങ്ങൾ എന്താണ്? ഇവിടെ ഈ പറയുന്ന കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഉണ്ട്. കൂടുതൽ കഴിഞ്ഞ വർഷക്കാലം കൂടുതൽ സൗകര്യമുണ്ട്. എത്ര മണിക്കൂറായി ക്യൂല്? ഇപ്പോൾ 1 മണിക്കൂറായി. ഇനിയുണ്ട് അല്ലേ? തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും. ഇവിടെ ഒരു വലിയ ആളുണ്ട് കേട്ടോ. പേരെന്താ? നൈനിക. നൈനിക വീട് എവിടെയാ? ഓക്കെ. ആരൊക്കെയുണ്ട് കൂടെ? പറഞ്ഞോ, ആരുണ്ട്? ആരുടെ കൂടെ വന്നേ? പറയൂ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഈ സ്കൂളാണോ? ഇന്ന് സ്കൂളിൽ പോണ്ടേ? അതെന്താ ഇന്ന് സ്കൂളിൽ ഇല്ലാത്തെ? നവതിയാണല്ലോ, ഇന്ന് ശിവരാത്രി അല്ലേ? അല്ലേ നൈനിക? അപ്പൊ നൈനിക ഇവിടെ ഈ ക്യൂവിൽ ഇങ്ങനെ ഭഗവാനെ കാണാൻ നിൽക്കുമ്പോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഇത് കണ്ട. ഇത് തന്ന ഒരു പാട്ട് പാടുവോ? UKG പഠിപ്പിച്ച പാട്ടേതാ? പിടിച്ചോ. ഓക്കെ. അപ്പൊ ശരി മോളെ, ടാറ്റാ. യെസ്, നൈനിക മോളെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പോ ഒരുപാട് ഇങ്ങനെയുണ്ട്. നമുക്ക് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാം. അതിന് മുമ്പ് ഒരു വാർത്ത ഇവിടെ ഉണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിയ ശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂട് കൂടുതലാണ് അല്ലേ? അതെ. ഈ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. രാവിലത്തെ ഒരു തണുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പൊ അങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 10 ജില്ലകളിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലും താപനില ഉയർന്നേക്കുമെന്നാണ് വിവരം. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. നല്ല ചൂടുള്ള സമയത്ത്, വെയിലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ബൽറാം നെടുങ്ങാടി പ്രയാഗ്രാജിലേക്കുള്ള യാത്രയിലാണ്. അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടുത്തെ ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ശിവരാത്രിയോടെയാണല്ലോ. അവിടുത്തെ ആചാരങ്ങളൊക്കെ എന്താണ്, അവിടുത്തെ ചടങ്ങുകൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് തന്നെ ഇന്നവിടെ ഭക്തജനലക്ഷങ്ങൾ എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെ, ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് ഈ ഇതിന് സമാപനമാവുക. 64 കോടിയോളം പേർ ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിയെന്നാണ് നിലവിലെ കണക്കുകൾ. ഈ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ദിനമായി ഇന്ന് 2 കോടി തീർത്ഥാടകരെയാണ് സ്നാനത്തിനായി പ്രതീക്ഷിക്കുന്നത്. വൻ ജനത്തിരക്കിനെ തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്
മേള നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ജനകോടികൾ എത്തുന്നു, 2 കോടി ആൾക്കാർ എത്തുമ്പോൾ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം, എത്രത്തോളം ജാഗ്രത വേണമെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇനി 2027 കുംഭമേള നാസിക്കിലാണ് നടക്കുന്നതെന്ന് കൂടെ അറിയുന്നു. അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും എങ്ങനെയാണ്? വിശദാംശം. ഇതൊരു മഹാകുംഭമേളയാണ്. ഈ പറയുന്നത് പോലെ 140-ലധികം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങിനേറെ പ്രത്യേകതയുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. സൂചിപ്പിച്ച പോലെ തന്നെ 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നത്. 45 ദിവസമായി നടന്നുവരുന്ന ഈ മഹാകുംഭമേള ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് ശിവരാത്രി പ്രത്യേക സ്നാനത്തോടു കൂടിയാണ് ഈ കുംഭമേളയ്ക്ക് സമാപനമാകുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിലേറെയായി ഹൈന്ദവ വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ് ഈ മഹാ കുംഭമേള എന്നുള്ളത്. സംഘം എന്ന ഈ സ്നാന കേന്ദ്രത്തിൽ ഏതാണ്ട് 64 കോടി ജനങ്ങൾ ഈ 45 ദിവസത്തിനിടെ സ്നാനം ചെയ്തു എന്നാണ് കണക്കുകൾ. അത്രത്തോളം വലിയ ജനപ്രവാഹമുണ്ടായ ഒരു കുംഭമേള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. വലിയ സംഘാടന മികവ് തന്നെ ഈ കുംഭമേളയ്ക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുംഭമേളയാണ്. ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും 1.25 കോടിയോളം തീർത്ഥാടകർ ഇവിടെ എത്തി സ്നാനം ചെയ്തു എന്നുള്ളതാണ് കണക്ക്. ഇന്നത്തെ പ്രത്യേകത എന്നുള്ളത് കുംഭമേളയുടെ സമാപനമാണ്, ഒപ്പം മഹാശിവരാത്രിയാണ്. ഈ കുംഭമേളയിലെ മഹാശിവരാത്രി സ്നാനം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആദ്യ 3 സ്നാനങ്ങൾ, അമൃത സ്നാനങ്ങൾ സന്യാസി സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ ഈ അവസാനത്തെ സ്നാനം, 6ാമത്തെ സ്നാനമായ ഇന്നത്തേത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നതിനാൽ വലിയ ജനപ്രവാഹം കുംഭമേള നഗരിയിലേക്ക് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ തന്നെ 2 കോടി പേർ തീർത്ഥാടകർ ഇന്ന് ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി എത്തും എന്നാണ് കണക്കാക്കുന്നത്. അതിനാവശ്യമായ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അധികമായി പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിരിക്കുന്നു. ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിരീക്ഷണത്തിനായുള്ള ഡ്രോൺ സംവിധാനങ്ങൾ അടക്കമുള്ളവ ക്രമീകരിച്ചിരിക്കുന്നു. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള ക്യൂ സംവിധാനങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കുകയാണ്. ഇത്രത്തോളം വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതേസമയം ഇന്ന് സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശിവരാത്രിയിലെ അവസാന ഈ മഹാകുംഭമേളയിലെ അവസാന ചടങ്ങായി സന്യാസി സമൂഹം ഇന്ന് കാശിയിൽ, വാരണാസിയിലാണ് പ്രത്യേക പൂജയും ചടങ്ങുകളും മറ്റും നടക്കുക. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഇനി 2 വർഷങ്ങൾക്ക് ശേഷം 2027 നാസിക്കിലാണ് അടുത്ത കുംഭമേള നടക്കുന്നത്. അതേസമയം പ്രയാഗ്രാജിൽ ഇനി കുംഭമേള എത്തുന്നത് 2031-ലാണ്. ക്രിസ്റ്റീന, പ്രൊജക്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോ ആലുവ ഈ മേൽപ്പാലത്ത് നിന്നും ഒരു നല്ല ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. അതിമനോഹരമായ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൂര്യോദയം ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സൂര്യോദയം കിട്ടിയിരുന്നില്ല. മാത്രമല്ല, തീവണ്ടി പോകുന്നു, ട്രെയിൻ പോകുന്നു, തൊട്ട് താഴെ തോണി കാണാം. അങ്ങനെ ഒരു സൂര്യന്റെ ആ ഒരു പ്രതിഫലനം നമുക്ക് പുഴയിൽ കാണാം. അതേപോലെ തന്നെ ആ നഗരത്തിന്റേതായ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അതിന്റെ പുറകിലുണ്ട്. തൊട്ടു മുന്നിൽ കാടുകളും ഗ്രാമത്തിന്റേതായ മനോഹാരിതകളുണ്ട്. അപ്പൊ ഇത്ര മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ കണ്ടു. പ്രേക്ഷകരെ കണ്ടുകൊണ്ട് നടക്കുക തന്നെ ഒരു സുഖമാണ് അല്ലെ? ഇവിടുന്ന് അത് ആസ്വദിച്ച് നടക്കുക. ശരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ ദിസ് മെയ്ഡ് അവർ ഡേ എന്ന് പറയാം. നമ്മുടെ പ്രേക്ഷകരുടെയും ദിവസത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി നിൽക്കട്ടെ. അപ്പൊ ഈ മനോഹരമായ കാഴ്ച പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനോഹരമാവട്ടെ. യെസ്, ഇവിടേക്കൊന്ന് കയറി നിന്നാലോ? ഇവിടെ കയറി നിന്നാൽ കുറച്ച് അധികമായിട്ട് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ മികവോടെ കാണാം. അപ്പോ ഇതാണ് ആലുവ പാലത്തിലെ ഒരു പ്രത്യേക ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഈ സൈറ്റ് സീയിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അപ്പൊ ഇവിടുന്ന് ഈ സൂര്യോദയം ആസ്വദിച്ചുകൊണ്ടാണ് അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്. അത് അല്പം നമ്മളൊന്ന് കരുതിയിരിക്കേണ്ട വാർത്തയാണ്. ഈ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന ഒരു പുതിയ അസുഖം, അത് ഒരു വില്ലനായി മാറുന്നുണ്ട്. പല മേഖലകളിലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാധിച്ച് കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 58-കാരനായ എറണാകുളം വാഴക്കുളം സ്വദേശി ജോയ് ഐപ്പാണ് മരിച്ചത്. കേരളത്തിൽ ഈ രോഗം അപൂർവമല്ല. എന്താണ് ഈ അസുഖം? എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ? എന്താണ് ചികിത്സ? നമുക്ക് നോക്കിയാലോ. രോഗപ്രതിരോധ ശേഷി നൽകേണ്ട സംവിധാനം ശരീരകോശങ്ങളെ തന്നെ ആക്രമിക്കുന്നതാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതോടെ പെരിഫറൽ നാഡീവ്യവസ്ഥ തകരാറിലാകുന്നു.
രോഗത്തിന്റെ യഥാർത്ഥ കാരണം അജ്ഞാതമാണെങ്കിലും ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന ക്യാമ്പിലോബാക്ടർ എന്ന ബാക്ടീരിയ, ഇൻഫ്ലുവൻസ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ, HIV, COVID-19 എന്നിവ രോഗമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വയറിളക്കമോ ശ്വാസകോശ സംബന്ധിയായ അണുബാധയോ വന്നവരിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. കൈകാലുകളിൽ തരിപ്പ്, ബലഹീനത, വിരലുകളിലും കൈത്തണ്ടയിലും സൂചി കുത്തുന്നതുപോലെയുള്ള വേദന, രക്തസമ്മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യുക, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, വസ്തുക്കളെ രണ്ടായി കാണുക, സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ബുദ്ധിമുട്ട്, നടുവേദന, നടക്കാനും പടികൾ കയറാനുമുള്ള ബുദ്ധിമുട്ട്, കൈകാലുകളിലെ തളർച്ച, കാൽപാദങ്ങളിലും കാലിലും വേദനയും മരവിപ്പും ഇവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകരാറിലാകുന്നതോടെ രോഗി പക്ഷാഘാതത്തിലേക്ക് നീങ്ങാം. ഏതു പ്രായക്കാർക്കും ഗില്ലൻ ബാരി സിൻഡ്രോം പിടിപെടാമെങ്കിലും മുതിർന്നവരെയും പുരുഷന്മാരെയുമാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത്. ഗില്ലൻ ബാരി സിൻഡ്രോമിന് 2 തരത്തിലുള്ള ചികിത്സയുണ്ട്: പ്ലാസ്മ മാറ്റിവെക്കലും ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പും. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, പകർച്ചവ്യാധി ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുക, അണുബാധയുണ്ടാകുന്ന ഇടങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, രോഗപ്രതിരോധ വാക്സിനുകൾ കൃത്യമായി സ്വീകരിക്കുക, ഇവയാണ് പ്രതിരോധ മാർഗങ്ങൾ. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ എന്താണ് ആ അസുഖമെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഈ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജാഗ്രത ആ ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആശങ്കപ്പെടാനില്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ് സിജു കാവുംപുറം ഉൾപ്പെടെ കുറച്ച് പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഡ്രസ്സിംഗ് ഇന്ന് മാച്ചിലാണല്ലോ. സത്യസന്ധമായിട്ട് പറയുകയാണ് പ്രേക്ഷകരെ, നമ്മൾ ഇങ്ങനെ ഒരു ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ടതല്ല, വെറും മനപ്പൊരുത്തം മാത്രമാണ്. അതെ, പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതാ ജെയിംസ് വർഗീസ് ഒരു കാര്യം പറയുന്നു. കൊല്ലം TKM കോളേജ് കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്, കോളേജ് അടച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത ബാധ വീണ്ടും വന്നു എന്നുള്ള വാർത്തയും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയും. യെസ്, എന്താണ് പറയാ, അതാണ് സുഹൈല റഷീദ്. ഞാൻ വരാൻ കുറച്ച് വൈകി, പെട്ടെന്ന് കണ്ടപ്പോൾ ക്രിസ്റ്റീന നഴ്സറി പിള്ളേരെ പോലെ മുടി 2 ഭാഗത്തേക്കും കെട്ടിയിട്ടേക്കുവാണെന്ന് കരുതി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഒന്ന് സൂക്ഷിച്ചു നോക്കി, എന്തെങ്കിലും അതുണ്ട്, ആ കുഴപ്പം എന്നുണ്ടല്ലോ. അതെ അതെ. അതിലൊരു അമ്മ ഇവിടെ ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ പേരെന്താ? എവിടെയാ സ്ഥലം, എവിടെയാ? ചോര കഴിഞ്ഞു തൊഴുതിട്ട് മടങ്ങാണോ? തൊഴുതിട്ട് മടങ്ങാണ്. വീണ്ടും വരുമോ വൈകിട്ട്? ഇനി വൈകിട്ട് രാത്രിയായിട്ട് വരും. പിന്നെ ഇവിടെ ഉറക്കം വെച്ച് നാളെ രാവിലെ പോകും. രാവിലെ അതിന് മുന്നേ പോകും. ഒറ്റയ്ക്കാണോ വരുന്നത്? കൂടാറുണ്ട്, ചേട്ടനുണ്ട് കൂടെ. മടങ്ങാണല്ലോ അപ്പൊ. ഓക്കെ, എന്നാ എത്ര നേരം ക്യൂ നിന്നു? ഇത്ര നേരം ഒരു അരമണിക്കൂറൊന്നുമല്ല. അപ്പോ ചേട്ടാ ചേച്ചി, ശിവരാത്രി ആശംസകൾ. ശരി ശരി, ഓക്കെ, താങ്ക് യു. ആണല്ലേ, സന്തോഷം. ഓക്കെ, നമ്മുടെ മോർണിംഗ് വാക്ക് സ്ഥിരമായി കാണുന്നവരാണ് എന്ന് പറയുന്നവര്, അപ്പൊ അങ്ങനെ തൊഴുത് മടങ്ങുന്നവരുമുണ്ട്. അതിനു മുമ്പ് ഒരു വാർത്ത അങ്ങ് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നു. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിട്ടുള്ളത്. നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം രാവിലെ 6:55 സുലവേസി പ്രവിശ്യയ്ക്ക് സമീപമാണ് ഭൂചലനമുണ്ടായത്. സുനാമിക്ക് സാധ്യതയില്ല. 2021 ജനുവരിയിൽ സുലവേസിയെ പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിൽ 100-ലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. യെസ്, തിരികെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വിഷസ് അറിയിക്കുന്നുണ്ട്, ബർത്ത്ഡേ വിഷസ്. അപ്പോ ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാനുണ്ട്. 2 യെസ്, ആദ്യം നമുക്ക് നന്ദു നവജിത്തിന് ബർത്ത്ഡേ വിഷ് ചെയ്യാം അല്ലെ? നന്ദു നവജിത്ത്, ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനി ആർക്കാണ്? അനന്തു ആണ്. അപ്പൊ അനന്തുവിനും നന്ദു നവജിത്തിനും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്, അപ്പോ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല ദിനമാവട്ടെ, നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മഹാശിവരാത്രി ദിനം കൂടിയാണ് എന്ന് ഓർക്കുമ്പോൾ സ്പെഷ്യലാണ്. അതെ. അപ്പോൾ അടുത്ത വാർത്ത കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കാൻ സമയമാവും തോന്നുന്നു. അപ്പോൾ ആ വാർത്ത കൂടി പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഈ പോപ്പിന്റെ അതായത് മാർപ്പാപ്പയുടെ അവസ്ഥ എന്തായി, ആരോഗ്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. അതിനൊരു അപ്ഡേറ്റ് കൊടുക്കാം. അതെ, ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മാർപ്പാപ്പയെ പതിവ് CT സ്കാൻ പരിശോധനയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് വത്തിക്കാൻ അറിയിച്ചിരുന്നു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഈ മാസം 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രി
ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്ന നിലയിലുള്ള വാർത്തകളും വന്നിരുന്നു. പിന്നെ നമുക്കൊരു കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. കാട്ടാന ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ആശ്വാസ വാക്കുകളോ നഷ്ടപരിഹാരമോ നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ലെന്ന് കോടതി പറഞ്ഞു. വന്യമൃഗ ആക്രമണം തടയാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരെ നിയോഗിച്ചു എന്ന സുപ്രധാന വിവരം കൂടി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശ്രീകാന്തിനോട് ചോദിക്കാം. ശ്രീകാന്ത്, ഈ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ. കാരണം നിരന്തരം ആവർത്തിക്കപ്പെടുന്ന വന്യജീവി ആക്രമണം അതിൽ ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയുന്നു. അതിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം ഈ അമിക്കസ് ക്യൂറിമാരെയും കൂടെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. എന്താണ് കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഒപ്പം കോടതി എന്താണ് പറയുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അതായത് ഈ കാട്ടാന ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം, ഈ ഏറ്റവും ഒടുവിൽ ആ ജനത്തിന് ആശ്വാസവുമായി ഹൈക്കോടതി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാട്ടാന ആക്രമണങ്ങളെ കുറിച്ച് പതിവായി കേൾക്കുന്നത് നിരാശാജനകമെന്ന് കോടതി പറയുന്നു. ആശ്വാസ വാക്കുകളോ നഷ്ടപരിഹാരമോ നഷ്ടപ്പെട്ട ജീവന് പകരമാകില്ല. ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണ്. പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ട് പോയില്ല. ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഷ്ടപരിഹാര പദ്ധതികൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. വന്യമൃഗ ആക്രമണം തടയാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ കോടതി പറയുന്നുണ്ട്. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരായി MP മാധവൻകുട്ടിയും ലിജി വടക്കേടവും നിയമിതരായിട്ടുണ്ട്. ഇവർ കൃത്യമായ വിവരം കോടതി അറിയിക്കുകയും ചെയ്യും. ഒരു ശാശ്വതമായ പരിഹാരം കോടതി ഇടപെടലിലൂടെയെങ്കിലും പ്രതീക്ഷിക്കാം. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ ഒരു പ്രവാസിയായ അരുൺ ബി നായർ പറയുന്നുണ്ട്, എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് കാണാറുണ്ട്, ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒരു എനർജി ലഭിക്കാറുണ്ട് എന്ന് പറയുന്നു. വളരെ സന്തോഷം. പക്ഷേ എന്റെ കമന്റ് വായിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പൊ പരാതി പരിഹരിച്ചിരിക്കുന്നു അരുൺ ബി നായർ. നല്ലൊരു ദിവസം അയക്കുന്നുണ്ട്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് എന്നോട് അയക്കുന്നുണ്ട്. അപ്പം നല്ലവനായ ഒരു പ്രേക്ഷകനാണ് അരുൺ ബി നായർ. മറ്റൊരു മോശമെന്നല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അരുൺ ബി നായർ നേരത്തെ ഒരു പരിഭവം പറഞ്ഞു, പക്ഷേ അരുൺ നായർ തന്നെ തിരുത്തി എന്നിട്ട് പറയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അപ്പം കമന്റ് ഒക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ജയൻ നായർ ചേട്ടൻ പറയുന്നു, നിങ്ങളെ രണ്ടുപേരെ SKN വിളിക്കുന്നു എന്ന് പറയുന്നത്. അയ്യോ, വിളിക്കുന്നു അല്ലേ, ഒന്ന് ഞെട്ടണം. പക്ഷെ SKN നമ്മളോട് വളരെ കരുതലും സ്നേഹവും ഉള്ളവരാണ്. രമ്യ രാജൻ പറയുന്നു, I'm a great fan of 24 News. Even after moving to Canada, I try my best to catch up with all the news from Kerala through 24. Thank you so much, രമ്യ രാജൻ. ജനാർദ്ദനൻ നായർ, കേന്ദ്രത്തിൽ സമരം ചെയ്തപ്പോൾ എല്ലാം ശരിയായോ എന്ന് ചോദിക്കുന്നു. മുഹമ്മദ് കാസർഗോഡ്. പിന്നെ 7 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുന്നു SKN എവിടെയെന്ന് ചോദിക്കുന്നു. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് SKN ഭാഷയെ പറഞ്ഞ പുട്ടിയിട്ട് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർ. ഇപ്പോഴും SKN നമ്മളോട് ചോദിക്കുന്നതാണ്, നമുക്ക് ഇച്ചിരി പുട്ടിയിടൽ കൂടുതലാണ്. യെസ്, SKN റെഡി ആയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നത്. ആ സ്റ്റുഡിയോയിൽ SKN എത്തിയിരിക്കുന്നു. SKN വെരി ഗുഡ് മോർണിംഗ്. ശിവരാത്രി നമുക്ക് നിങ്ങൾ ആലുവ ശിവരാത്രി പരിസരം മണപ്പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് വേഗം സ്റ്റുഡിയോയിലേക്ക് മടങ്ങുക.